شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിലെ ചില രാവുകളിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കേൾക്കുന്നത് ലോകപ്രശസ്തരായ മുഹദ്ദിസുകളെ സംബന്ധിച്ചും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും അതിലെ ഹദീസുകളെയും ഒക്കെയാണ് നമ്മൾ ചർച്ചയാക്കുന്നത്. 16-ാമത്തെ ഈ രാവിൽ ആധുനിക പണ്ഡിതനായ നമുക്കൊക്കെ സുപരിചിതനായ ഇമാം അൽബാനിയെ സംബന്ധിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇമാം അൽബാനിക്ക് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞു പോന്ന കൃതികളും മുഹദ്ദിസുകളുമൊക്കെ പൗരാണികരായ ഒരുപാട് ഇസ്ലാമിക ലോകത്ത് സംഭാവനകൾ നൽകിയ മഹാമുഹദ്ദിസുകളെ സംബന്ധിച്ചായിരുന്നു. എന്നാൽ അതേ ശ്രേണിയിൽ ആധുനികരായ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ച് സമൂഹത്തിന്, മുസ്ലിം ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളും അവിടുത്തെ പ്രവർത്തികളുമൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത പണ്ഡിതന്മാർ. ആ ശ്രേണിയിൽ ഏറെ പ്രശസ്തനാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അൽബാനി എന്ന് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇമാം അൽബാനിയുടെ ഹുക്കം എന്താണ് ആ ഹദീസിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് എന്ന് ചോദിക്കുമാർ ഇന്ന് ഹദീസ് പഠനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അൽബാനി കുറേ ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് നമ്മൾ പറഞ്ഞു വന്നു. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹദീസ് ഗ്രന്ഥത്തെ മാത്രം ആസ്പദമാക്കിയല്ല ഇന്നത്തെ ഗ്രന്ഥ വിശകലനം. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സിൽസിലകൾ, സിൽസിലത്തുൽ അഹാദീസ് സഹീഹ, സിൽസിലത്തുൽ അഹാദീസ് ലഈഫ, അതുപോലെ തന്നെ ഇമാം അബൂ ദാവൂദിൻ്റെയും ഇമാം തുർമുദിയുടെയും ഇമാം നസായിയുടെയും എല്ലാം ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഹുക്കുമുകൾ, അതിൽ തന്നെ സ്വഹീഹിനെയും ഹദീസ് ലഈഫുകളെയും വേർതിരിച്ച അദ്ദേഹത്തിൻ്റെ കൃതികൾ, ഗവേഷണങ്ങൾ, കർമ്മശാസ്ത്രപരമായി അദ്ദേഹം ക്രോഡീകരിച്ച ഇർവാഉൽ ഖലീൽ എന്ന് പറയുന്ന മഹാ ഹദീസിൻ്റെ ഒരു വലിയ നിദാനശാസ്ത്രവും ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട കൃതി, ഇതിനൊക്കെ സംബന്ധിച്ച് ഇൻഷാ അള്ളാഹ് നമുക്കിന്ന് സംസാരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ് ഇമാം അൽബാനി? ഇമാം അൽബാനിയുടെ പേര് നമ്മൾ പലപ്പോഴും ഇമാം നാസിറുദ്ദീൻ അൽബാനി എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞു പോരാറുണ്ട്. ഇതുവരെ നമ്മൾ കേട്ടുപോകുന്ന മുഹദ്ദിസുകളെ സംബന്ധിച്ചൊക്കെ മഹാഗ്രന്ഥങ്ങളിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇമാം അഹ്മദിനെ സംബന്ധിച്ചും ഇമാം ബുഖാരിയെ സംബന്ധിച്ചും ഇമാം മുസ്ലിമിനെ സംബന്ധിച്ചുമൊക്കെ ഇമാം ദഹബിയെ പോലുള്ള മഹാപണ്ഡിതന്മാർ അവരുടെ കൃതികളിൽ എഴുതി വച്ച പരാമർശങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞു പോകുന്നത്. എന്നാൽ ആധുനികരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഹദീസ് ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ആധുനിക മുഹദ്ദിസുകൾ. അവരെ സംബന്ധിച്ച് പ്രത്യേകമായ കൃതികളിലൊന്നും അതല്ലെങ്കിൽ ഇൽമു റിജാലുകളിൽ നിന്നും അവരെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളില്ല. നേരെ മറിച്ച് അവരുടെ ജീവിതം പലപ്പോഴും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, ആധുനികരായ ചരിത്രകാരന്മാർ. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 1333, അഥവാ നമ്മൾ ഇന്നത്തെ വർഷം കണക്കാക്കുകയാണെങ്കിൽ 1914 അദ്ദേഹം ജനിച്ചതായിട്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ജനിച്ചത് അൽബേനിയ എന്ന് പറയുന്നൊരു നാട്ടിൽ. ഇന്നും വലിയ ഒരു വികസിത രാജ്യമായി അതിനെ കണക്കാക്കാൻ പറ്റൂലെങ്കിലും ആ നാട്ടിലെ ഏറെ പ്രസിദ്ധമായ ഷക്കോഡോറയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. നല്ലൊരു വൈജ്ഞാനിക പാരമ്പര്യത്തിലാണ് അദ്ദേഹം ജനിച്ചത് തന്നെ. അദ്ദേഹം ആദ്യകാലങ്ങളിൽ അറിവ് തേടിയത് സ്വന്തം ബാപ്പാൻ്റെ അടുത്തു നിന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാജി നൂഹ് നജാത്തി അറിയപ്പെട്ട അൽബേനിയയിലെ മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് അറിവുകൾ സ്വീകരിച്ചു തുടങ്ങി. പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം സിറിയയിലേക്കാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ചേക്കേറിയത്. ജനനമൊക്കെ അൽബേനിയയിലായിരുന്നെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം സിറിയയിലെ ഡമസ്കസ് അഥവാ ഡിമഷ്ക് എന്ന നാട്ടിലേക്ക് അദ്ദേഹം ചേക്കേറി. മഹാപണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം അവിടുന്ന് അറിവുകൾ നുകർന്നു. കുടുംബപരമായി നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സാമ്പത്തികമായ അത്ര ഒരു സുസ്ഥിരത അവരുടെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. ഡമസ്കസിലേക്ക് വന്നെത്തിയതോടുകൂടി തന്നെ കുറച്ചൊരു പരാധീനതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അങ്ങേയറ്റം അദ്ദേഹം അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വാച്ച് റിപ്പയർ ചെയ്യുന്ന ജോലി വരെ എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം
മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് ഹദീസ് വിജ്ഞാനത്തിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ ആകൃഷ്ടമാക്കി കളഞ്ഞത്, അദ്ദേഹത്തിനെ ഈ ഒരു ഹദീസ് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടാൻ കാരണക്കാരനായ അല്ലെങ്കിൽ അതിന് കാരണമായ ഒരു കാര്യമെന്ന് പറയുന്നത് മിസ്റിൽ നിന്ന് അച്ചടിച്ചു വരാറുണ്ടായിരുന്ന അഥവാ ഈജിപ്തിൽ നിന്ന് അച്ചടിക്കപ്പെടാറുണ്ടായിരുന്ന അൽമനാർ എന്ന് പറയുന്ന ഒരു മാഗസീനാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അൽമനാർ മാഗസീനെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ടതില്ല. പക്ഷേ അന്ന് അൽമനാറിൽ അച്ചടിക്കപ്പെട്ടു വന്നിരുന്ന ചില ഹദീസുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഹദീസുകളുടെ അതിൻ്റെ സ്വഹീഹിനെയും ദഈഫിനെയും ഒക്കെ സംബന്ധിച്ചുണ്ടാകുന്ന ഗവേഷണങ്ങൾ ഇമാം അൽബാനിയെ വല്ലാതെ സ്വാധീനിക്കുകയും പിന്നീട് അദ്ദേഹം ഡമസ്കസിലെ തന്നെ പ്രശസ്തമായ ഏറെ പ്രസിദ്ധമായ അൽ മക്തബത്തുൽ ലാഹിരിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യാൻ കാരണമായി എന്നാണ്. കാരണം അതിനെ കേന്ദ്രീകരിച്ച്, ആ ഒരു ലൈബ്രറിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഹദീസ് പഠനം മുന്നോട്ട് കൊണ്ടുപോയി. ധാരാളം ഹദീസുകളെ സംബന്ധിച്ച് അദ്ദേഹം മണിക്കൂറുകളോളം അവിടെ വായനക്കായി അദ്ദേഹം മണിക്കൂറുകൾ മാറ്റിവെച്ചു എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു പോകുമ്പോൾ നമുക്ക് ഈ വരികൾ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരുനാഥന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയാണ്, ഷേഖ് നൂഹ് അന്നജാത്തി എന്ന് പറയുന്ന ഹാജി നൂഹ് എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബാപ്പ. രണ്ടാമത് ഷേഖ് മുഹമ്മദ് സഈദ് അൽ ബുർഹാനി, ഷേഖ് മുഹമ്മദ് ബഹജത്ത് അൽ ബൈത്താർ, ഇതൊക്കെ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹാഗുരുനാഥന്മാരാണ്, ആധുനിക പണ്ഡിതരാണ് അവരൊക്കെ. എന്നാൽ ഇമാം അൽബാനിയുടെ ശിഷ്യഗണങ്ങൾ, നമ്മൾ ഇതുപോലെ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഒക്കെ ശിഷ്യഗണങ്ങളെ പറയാറുണ്ട്, ലോകപ്രശസ്തരായ മഹാപണ്ഡിതന്മാരെ സംബന്ധിച്ച്. എന്നാൽ ആധുനിക പണ്ഡിതന്മാരിൽ പലരും ഇമാം അൽബാനിയുടെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിലേറെ കേട്ട് പരിചയിച്ച നാമമാണ്, നമുക്കൊക്കെ ഏറെ പരിചയമുള്ള മഹാപണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നുൽ വാദിഇ, ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദിഇ റഹിമഹുള്ള അടുത്ത കാലത്ത് മരണപ്പെട്ടവരാണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി ഇമാം അൽബാനിയുടെ ശിഷ്യനാണ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഐദ് അൽ അബ്ബാസി, ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി ഒക്കെ അറിയപ്പെട്ട ആധുനിക പണ്ഡിതന്മാരിൽ ഏറെ പ്രശസ്തരായ ഇമാം അൽബാനിയുടെ ശിഷ്യഗണങ്ങളാണ്. ഇവരൊക്കെ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളും ഹദീസുകൾക്ക് ഒരുപാട് സേവനങ്ങളും ചെയ്തത് ഇന്നത്തെ ആധുനിക ഗവേഷണ റിസാലകളായി പല തിസീസുകളായി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിലെ അല്ലെങ്കിൽ ഹദീസ് പഠന മേഖലയിലെ ഒരു മുജദ്ദിദായിട്ടാണ്, ഒരു നവോത്ഥാന നായകനായിട്ടാണ് പലപ്പോഴും ഇമാം അൽബാനിയെ പല പണ്ഡിതരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു മുജദ്ദിദ് എന്ന് പറയാൻ കാരണം, ലഈഫുകളും സ്വഹീഹുകളും ഹസനുകളും പല കാറ്റഗറിയിലുള്ള ഹദീസുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പല ശേഖരങ്ങളിൽ നിന്നും, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും സ്വഹീഹിനെയും ഹദീസ് ലഈഫുകളെയും വേർതിരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളെ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിക്കാൻ തുനിഞ്ഞിറങ്ങി അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തെ ഒരു മുജദ്ദിദ് അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകൻ എന്ന് പറയാനുള്ള കാരണം. നമുക്ക് സുപരിചിതനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അൽബാനിയുമൊക്കെ ഏകദേശം ഒരേ കാലക്കാരാണ്. എന്നാൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ച അതേ വർഷം അല്പം ചില മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നതും. ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെയും അന്നത്തെ മഹാപണ്ഡിതനായ ഷെയ്ഖ് ഇബ്രാഹിം ആലു ഷെയ്ഖ് മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൊഫസർമാരായി നിലകൊണ്ട് ആധുനിക വൈജ്ഞാനിക മേഖലയിൽ ഒരു വലിയ സംഭാവനകൾ അനുഷ്ഠിച്ച മഹാപണ്ഡിതന്മാർ, ഇവർ രണ്ടുപേരുടെയും ക്ഷണത്തിലായിരുന്നു ഇമാം അൽബാനി മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പ്രൊഫസറായി കടന്നു വന്നത് എന്നും ഹദീസ് മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെ, ഹദീസ് പഠന മേഖലയിൽ വിദ്യാർത്ഥികൾക്കൊരു വലിയ തുറവി തന്നെ ഇമാം അൽബാനിയാൽ ഉണ്ടായി എന്നുള്ളതും നമ്മൾ ഒരു വശം മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അൽബാനിയെ സംബന്ധിച്ച് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കാലഘട്ടത്തിൽ ആകാശത്തിന് കീഴെ ഇമാം അൽബാനിയേക്കാൾ ഹദീസ് വിജ്ഞാനത്തിൽ അറിവുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ആരെ പറ്റി പറഞ്ഞതുപോലെ ഇമാം ബുഖാരിയെ സംബന്ധിച്ചും ഇമാം ബുഖാരിയുടെ സ്വഹീനെ സംബന്ധിച്ചും പിൽക്കാല പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ ഇമാം മാലിക്കിൻ്റെ മുവത്തയെ സംബന്ധിച്ച് അന്നത്തെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും വലിയ സ്വഹീഹായ ഗ്രന്ഥം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമ് കഴിഞ്ഞാൽ നല്ലൊരു സംസാരം നിറയുന്ന ഒരു ഗ്രന്ഥമെന്ന് അവർ വിശേഷിപ്പിച്ചതുപോലെ
ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആധുനിക പണ്ഡിതന്മാരിൽ ഹദീസ് വിജ്ഞാനീയത്തിൽ ആകാശത്തിന് കീഴ് എങ്ങനത്തെ ഒരു പണ്ഡിതനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. കാരണം അവർക്ക് ഇദ്ദേഹത്തിൻ്റെ ഗവേഷണവും ഇദ്ദേഹത്തിൻ്റെ ഹദീസുകളോടുണ്ടായിരുന്ന പഠനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും നന്നായിട്ട് അറിയുന്നവരാണ്. ആ അറിവിൻ്റെ ആഴം പരപ്പും മനസ്സിലാക്കിയവരാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അത് അവിടെ പറഞ്ഞു എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും 100-ലധികം ഗ്രന്ഥങ്ങൾ ഇമാം അൽബാനിക്കുണ്ട്. 100-ലധികം ഗ്രന്ഥങ്ങൾ. അതിൽ തന്നെ പലതും ഹദീസുമായി റിലേറ്റഡ് ആണ്, ഹദീസ് ഗവേഷണങ്ങളാണ് പലതും. ഇപ്പം നമ്മളിന്ന് പ്രധാനമായും പറയുന്നത് ഏതെങ്കിലും ഒരു ഒറ്റ ഹദീസ് ഗ്രന്ഥത്തെ വിശകലനം ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിൽസിലകൾ, സിൽസില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ചങ്ങല, ശൃംഖല എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം പറയാം. ഒരു ഭയങ്കര ചങ്ങലയാണ്. എന്തിനെ സംബന്ധിച്ചുള്ള സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സിൽസിലത്തുൽ അഹാദീസ് ളഈഫ. അതായത് ഭൂരിഭാഗം സ്വഹീഹായ ഹദീസുകളെയും അദ്ദേഹം ആ സിൽസിലത്തു സ്വഹീഹ, സ്വഹീഹ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു, അദ്ദേഹം ക്രോഡീകരിച്ചു വെച്ചു. അതുപോലെ തന്നെ ലോകത്ത് അറിയപ്പെട്ട ളഈഫായ ഹദീസുകൾ, ആയിരക്കണക്കിന് ഹദീസുകളെ സിൽസിലത്തു ളഈഫയിലും ളഈഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥത്തിലും ചേർത്തു. എന്തിനാണ് ളഈഫായ ഹദീസിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ആളുകളെ പഠിപ്പിക്കാനാണ്. ഇങ്ങനെ ദുർബലമായ ഹദീസുകളുണ്ട്, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ കുറ്റങ്ങളോ കുറവുകളെയൊക്കെ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത് കാണാനും കഴിയും. ഇനി ഇത് ഗ്രന്ഥം മാത്രമല്ല, ഇമാം അബൂദാവൂദിൻ്റെ സുനൻ, ഇമാം തുർമുദിയുടെ സുനൻ, ഇമാം നേരത്തെ നമ്മൾ പറഞ്ഞ കുതുബു സിത്തയിലെ നസായി ആവട്ടെ, ഇബ്നു മാജയാകട്ടെ, ഇവരുടെ എല്ലാം സുനനുകളിൽ കടന്നു വന്ന സ്വഹീഹായ ഹദീസുകൾ അദ്ദേഹം വേർതിരിച്ചു. അതുകൊണ്ട് തന്നെ സ്വഹീഹ് സുനനി അബി ദാവൂദ്, സുനൻ അബി ദാവൂദിലെ സ്വഹീഹായ ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെ അദ്ദേഹം ക്രോഡീകരിച്ചു. അതിൽ ളഈഫിനെ വേറെയും ക്രോഡീകരിച്ചു. ളഈഫു സുനനി അബി ദാവൂദ് എന്ന് പറയുന്ന ഗ്രന്ഥം വേറെ. ഇതേപോലെ ഇമാം തുർമുദിയുടെ ജാമി അല്ലെങ്കിൽ സുനനിനും സ്വഹീഹ് ജാമിഉ തിർമിദി, ളഈഫു ജാമിഉ തിർമിദി എന്നിങ്ങനെ സ്വഹീഹിനെയും ളഈഫിനെയും വേർതിരിച്ചിട്ടുള്ള ആധുനിക കാലഘട്ടത്തിൽ സ്വഹീഹായ ഹദീസുകളെയും ളഈഫായ ഹദീസുകളെയും ഇങ്ങനെ വേർതിരിക്കപ്പെട്ട ഒരു വേർതിരിച്ചു വച്ച ഒരു മഹാപണ്ഡിതൻ വേറല്ല. അദ്ദേഹത്തിൻ്റെതായ ഹുക്കുമുകൾ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ ഓരോ ഹദീസിനെയും തഖ്രീജ് ചെയ്ത് അതിനെ മനസ്സിലാക്കി ഹുക്കുമ് കൊടുത്ത വലിയ ദൗത്യം അദ്ദേഹത്തിൻ്റെ ഒരു ആയുഷിൽ അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ്. ദുർബലമായ ഹദീസുകളുടെ പരമ്പര ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഓരോ ളഈഫ എന്ന് പറഞ്ഞ സുൽസിലത്തുൽ ഹദീസ് ളഈഫയിൽ ഇങ്ങനെ കാണാൻ കഴിയും. അതിൻ്റെ പരമ്പരനൊക്കെ മുഴുവൻ അദ്ദേഹം വിശദീകരിച്ച് പോകുന്നത് കാണാം. ഇതേപോലെ കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് പോരുന്ന ഹദീസുകൾ, നമ്മൾ വായിച്ച് പ്രയോജനപ്പെടുത്തി പോരുന്ന ഹദീസുകൾ, അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഗവേഷണം നടത്തി. ഇർവാഉൽ ഖലീൽ, കർമ്മശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഹദീസുകളെ സംബന്ധിച്ചുള്ള ഹുക്കുമുകൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചു. അതിൽ തന്നെ ളഈഫുകളെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ഇല്ലത്തുകൾ അദ്ദേഹം അതിൽ വിശദീകരിച്ച് പോരുന്നത് കാണാം. ഇതൊക്കെ ഒരു മുഅ്ജമി അഥവാ ഒരു എന്താ പറയുക അക്ഷരമാല ക്രമത്തിലാണ് ഹദീസുകൾ ഇങ്ങനെ അതിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. അലിഫ് ബ ത സ എന്നുള്ള നിലയ്ക്ക് അക്ഷരമാല ക്രമത്തിലാണ് ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത്. നമ്മളിതുവരെ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു. അത് ഫിഖ്ഹിയായ ബാബുകളായിട്ട്, അഥവാ കിതാബു സല, കിതാബു തഹാറ എന്നിങ്ങനെ പറഞ്ഞിട്ട്, കിതാബു സക്കാത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ തലവാചകത്തിനും കീഴിലായിട്ട് ഹദീസുകൾ സുനനികളിൽ കാണാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഅ്ജമുകളാണ്, അഥവാ ആൽഫബറ്റിക് ഓർഡറിലാണ് ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചു ഒന്നിന് പിറകെ ഒന്നൊന്നായി ഇങ്ങനെ ചേർത്ത് തന്നത് പോകുന്നത് കാണാൻ കഴിയും. ഏതായാലും 4 സുനനുകളിലെയും ഹദീസ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള ഹുക്കുമുകൾ പറയുന്ന ക്രോഡീകരണം നടത്തി, സിൽസിലകളുടെ ക്രോഡീകരണം നടത്തി, ഇർവാഉൽ ഖലീൽ എന്ന ഗ്രന്ഥം നടത്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സിഫത്തു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം. അതിൽ തന്നെ ഒരുപാട് ഹദീസുകൾ, നബിയുടെ നമസ്കാരത്തെ വിശദീകരിക്കുന്ന ഹദീസുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വലിയ പതിപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഹദീസ് ലോകത്ത് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകളാണ്. ഏതായാലും സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, എന്നിട്ട് അദ്ദേഹം അതിന് ഹുക്മ പറയുന്ന ഒരു രീതിയിൽ നേരത്തെ പറഞ്ഞ ജാമിഉ സഹീഹിലേക്ക് അതിനെ ചേർത്ത് പറയുന്നത് കാണാൻ കഴിയില്ല. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രന്ഥങ്ങളുടെ കടന്നു വന്ന ഹദീസുകളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ അൽ ജാമിഅ് എന്ന പേരിലൊരു ഹദീസ് ഗ്രന്ഥത്തെ കാണാം. ജാമിഅ് എന്നൊരു ഉദ്ദേശം ജാമിഉ സഗീറാണ്. ഇമാം സുയൂത്തി റഹ്മഹുല്ലാ സമാഹരിച്ച അൽ ജാമിഉ സഗീർ എന്ന കൃതി 1000ഓളം വരുന്ന ഹദീസുകൾ അതിലുണ്ട്. ആ ഹദീസുകളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്,
ആ ഹദീസുകളിലും സ്വഹീഹായതേത് ദുർബലമായതേത്, അല്ലേ, നല്ല ഹദീസ് ഏത് ചീത്ത ഹദീസ് ഏത് എന്നുള്ള വേർതിരിവ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ സഹീഹുൽ ജാമ്യ എന്ന പേരിൽ അറിയപ്പെട്ട ഗ്രന്ഥം ഇമാം അൽബാനിയുടെ പേരിൽ കാണാം, സഹീഹുൽ ജാമ്യ. ചില ഹദീസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ അടിയിൽ കാണാം ഇമാം അൽബാനി സഹീഹുൽ ജാമ്യ. അവിടെ ആ ജാമ്യ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇമാം സുയൂത്തിയുടെ ജാമ്യ സഗീറാൻ. അതിൽ കടന്നു വന്ന സ്വഹീഹായ ഹദീസുകളെ അദ്ദേഹം ക്രോഡീകരിച്ചതാണ് സ്വഹീഹുൽ ജാമ്യ. പിന്നെ ദഈഫുൽ ജാമ്യ എന്ന് കാണാം, അതിൽ കടന്നു വന്ന ദുർബലമായ ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ച് വെച്ച കൃതികൾ. ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് സ്വഹീഹായ ഹദീസുകളെ സംബന്ധിച്ച് പരതാൻ വളരെ എളുപ്പമായിരിക്കും ഈ കൃതികൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ. ദഈഫായ ഹദീസുകളും അതിൻ്റെ ദഈഫ് പോരായ്മകൾ എന്താണെന്ന് അറിയാനും ഈ വക കൃതികൾ തിരഞ്ഞു നോക്കിയാൽ അതിലെ ഹദീസുകളെ പരാമർശങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ. ഏതായാലും ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ലോകപ്രസിദ്ധനായത് അദ്ദേഹത്തിൻ്റെ ഇതുപോലത്തെ ഗവേഷണങ്ങൾ കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സമയങ്ങൾ, മണിക്കൂറുകളോളം ലൈബ്രറികളിൽ അദ്ദേഹം ചെലവഴിച്ച അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനാകും. അറിയപ്പെട്ട മദീനയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട മദീന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. കാരണം അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും മുഴുവൻ അദ്ദേഹം മരണസമയത്ത് ജാമിയ അൽ ജാമിയത്തുൽ ഇസ്ലാമിയ ബിൽ മദീനത്തുൽ മുനവ്വറയിലെ ഖിസ്മുൽ അഹാദീസ് അഷരീഫ്, കുല്ലിയത്തുൽ ഹദീസ് ഷെരീഫ് എന്ന് പറയുന്ന വിഭാഗത്തിലെ ഒരു ലൈബ്രറിയിലേക്ക് അദ്ദേഹം മുഴുവൻ എന്ത് ചെയ്തു, അതിനെ വഖഫ് ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പേര് ഇന്നും അറിയപ്പെടുന്നതാണ് മക്തബത്തു അല്ലാമ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പേരിലാണ് ആ ലൈബ്രറി ഇന്നും നിലകൊള്ളുന്നത്. അവിടെ അദ്ദേഹം എഴുതി കൂട്ടിയ അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്തുകളെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ലോകത്ത് നിന്ന് ശേഖരിച്ചു വച്ച, സ്പെയിനിൽ നിന്നും അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ചു വച്ച ഹദീസുകളുടെ പല കയ്യെഴുത്ത് പ്രതികളെയും നമുക്ക് ഇന്ന് കാണാൻ കഴിയും. മദീനയിലെ ഒരു പൊതുവായ ലൈബ്രറിയിലും അദ്ദേഹത്തിൻ്റെ പല ഗവേഷണങ്ങളുടെയും അടയാളങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചില്ലറ പ്രവർത്തനമല്ല ഒരു ഹദീസ് ലോകത്തിന് സമ്മാനിച്ചത്, ഒരു പുതിയ മദ്ഹബിനെ ആവിഷ്കരിക്കുകയുമല്ല അദ്ദേഹം ചെയ്തത് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളെ പിന്തുടരാൻ പാകത്തിൽ, അഥവാ പ്രമാണങ്ങൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് അദ്ദേഹം നടത്തിയത്. ആ പഠനം സമൂഹത്തിന് ഒരുപാട് ഉപകാരപ്രദമാകും വിധം നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മരണം, ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത് അൽബേനിയയിലാണ്, പക്ഷെ വളർന്നതും അറിവ് നുകർന്നതും തുടങ്ങിയത് ഡമസ്കസിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം ഒരുപാട് കാലം മദീനയിലും ജോലി ചെയ്തതായി, പഠനങ്ങൾ നടത്തിയതായി നമ്മൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം മരണപ്പെടുന്നത് ഈ നാട്ടിലൊന്നുമല്ല, ജോർദാനിലെ അമ്മാൻ എന്ന് പറയുന്ന, ജോർദാൻ്റെ തലസ്ഥാന നഗരിയാണ് അമ്മാൻ. അറബിയിൽ എഴുതുമ്പോൾ ഐന് മീമ് അലിഫ് നൂന്, ഒമാൻ എന്ന് വായിക്കും ചില ആൾക്കാർ. അമ്മാൻ അല്ലേ, ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുമ്പോൾ 86ഓളം വയസ്സ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നു. 1420 ഹിജറ വർഷമാണ് അദ്ദേഹം മരിച്ചത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ജനനവർഷം 1333, ചില പണ്ഡിതന്മാർ 1332 പറയുന്നത് കാണാം. ഏതായാലും നമ്മൾ ഇന്നത്തെ 2000 1999 ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്ടോബർ 2 മരണപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒക്ടോബർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ മറക്കൂല, ഗാന്ധി ജയന്തി ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ ഉപയോഗിച്ചു എന്ന് മാത്രം. ഈ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കുറേ വസിയത്തുകൾ പറഞ്ഞത് കാണാൻ കഴിയും. ഒന്ന്, എൻ്റെ മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് തന്നെ മറമാടണം, വലിയ വിലാപ യാത്രകളോ ഘോഷയാത്രകളോ ഇനി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വലിയ സദസ്സുകളോ ഒന്നും ഒരുക്കരുത് എന്ന് അദ്ദേഹം വസിയത്ത് പറഞ്ഞു. ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും മുഴുവൻ മദീനയിലെ ജാമിയത്തുൽ ഇസ്ലാമിയയിലേക്ക് വഖഫ് ചെയ്യുകയാണ് എന്ന് വരെ അദ്ദേഹം വസിയത്ത് പറഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ മരണരംഗവുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാൻ കഴിയും. ഏതായാലും ഇതാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വളരെ വിശാലമാണെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളെയും ചില പഠനങ്ങളെയും സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വച്ചു എന്ന് മാത്രം. ഇമാം അൽബാനിയുടെ പ്രസിദ്ധമായ സിൽസിലത്തുൽ അഹാദീസ് സഹീഹ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് ഒരു ഹദീസിനെ നമ്മളെന്നെടുത്ത് ഉദ്ധരിക്കുകയാണ്. ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വഹാബി വനിത ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ ഉമ്മു സലമയെ ഇന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ പോട്ടെ സ്വഹാബ വനിതകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത രണ്ടാമത്തെ സ്ത്രീയാണ് ആയിഷ ബീവിയാണ് ഒന്ന് അല്ലെ ഉമ്മഹാത്തുൽ മുഅ്മിനീൽപ്പെട്ട. രണ്ടും നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 378 ഹദീസുകൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടതായി പല ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. സിൽസിലത്തുൽ അഹാദീസ് ളഈഫയിൽ ഉമ്മു സലമയുടെ ഒരുപാട് ഹദീസുകളുണ്ട്. സിൽസിലയിൽ വന്ന ഹദീസുകളൊക്കെ നമുക്ക് സുനനുകളിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്വഹീഹുകൾ ബുഖാരി ആവട്ടെ മുസ്ലിം ആവട്ടെ മറ്റു ജവാമിഅകളിലൊക്കെ മുസ്നദുകളിലൊക്കെ നമുക്ക് ഈ ഹദീസുകൾ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ഇന്ന് ഈ ഉദ്ധരിക്കുന്നത് മഹദിയായ ഉമ്മു സലമയുടെ ഹദീസ് ഉദ്ധരിക്കുന്നത് സിൽസിലത്തുൽ അഹാദീസ് അസ്സഹീഹ എന്ന് പറയുന്ന കൃതിയിലാണ്. അതിലുള്ള ഹദീസുകൾ മുഴുവൻ സ്വഹീഹാണ്. കാരണം സ്വഹീഹായ ഹദീസുകൾ മുഴുവൻ ഇമാം അൽബാനി ക്രോഡീകരിച്ചു വച്ചതാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഏതായാലും ആ ഹദീസ് ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് കേട്ടുപോയ ഹദീസാണ്. ഹദീസിൻ്റെ നമ്പർ സിൽസിലയിൽ ഇനി ഹദീസ് നോക്കണമെന്നുണ്ടെങ്കിൽ 1111 1111 ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇമാം അൽബാനിയുടെ ജനനവർഷം ഓർക്കാൻ 1333 അല്ലെ 1333 ഹിജറ. മരിച്ച വർഷം നമ്മൾ പറഞ്ഞു 1999 ഇനി അല്ലെങ്കിൽ ഹിജറ വർഷം നോക്കുകയാണെങ്കിൽ 1402 ഒക്ടോബർ 2 എന്നും ഞാനത് ഓർക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പഠിച്ചു വെക്കുന്ന സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച ഒരു വർഷമാണ്, ഒരു സംഭവമാണ്. ഏതായാലും ഈ ഹദീസ് 1111 ഹദീസ്. ആ ഹദീസ് ഇമാം അൽബാനി ഉമ്മു സലമയിൽ നിന്ന് പരമ്പര, ഇപ്പോൾ ഇമാം അൽബാനിൻ്റെ ഇത് സ്വഹീഹ് എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ സിൽസില എടുത്തു നോക്കിയാൽ മുഴുവൻ പരമ്പരകൾ ആദ്യം ഇങ്ങനെ പറയില്ല ഖാല ഹദ്ദസന എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ഒരു രീതിയല്ല. കാരണം അവർ ആധുനിക പണ്ഡിതന്മാരാണ്. അവർ സ്വീകരിച്ചു പോകുന്ന രീതി എന്ന് പറയുന്നത് ഈ സ്വഹാബിൻ്റെ പേര് കൊടുക്കും, എന്നിട്ട് ഹദീസിൻ്റെ ടെക്സ്റ്റ് കൊടുക്കും, എന്നിട്ട് ഈ ഹദീസ് ആര് എവിടെ റിവായത്ത് ചെയ്തു. ഇപ്പോൾ ഇമാം ഇബ്നു മാജ ആണെങ്കിൽ ഇബ്നു മാജൻ്റെ സുനൻ, അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ പരമ്പര മുഴുവൻ കിട്ടും. ഇനി അതല്ല സുനന് ഇബ്നു മാജ മാത്രമല്ല വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളുടെ റെഫറൻസ് കൊടുക്കും. ആ റെഫറൻസിൽ പോയാൽ ഈ ഹദീസിൻ്റെ പരമ്പര മുഴുവൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇത് സ്വഹീഹ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇനി ആ പരമ്പരയെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല. അദ്ദേഹം നടത്തിയ പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് സ്വഹീഹ് എന്ന് അദ്ദേഹം വിധി എഴുതിയത്. അതുകൊണ്ടാണ് ആ പരമ്പര മുഴുവൻ അവിടെ കൊടുക്കാത്തതും. ഇപ്പോൾ നമ്മൾ ഹദീസ് വായിച്ചു പോകുകയാണെങ്കിൽ കാണാൻ കഴിയും അൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇദാ സല്ല സുബ്ഹ് ഹീന യുസല്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. നമ്മൾ മനഃപ്പാഠമാക്കി വെച്ച നബിയുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഹദീസ്. ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒട്ടി ജീവിക്കുന്ന കാലഘട്ടത്തിൽ നബിയുടെ ശ്വാസവും നിശ്വാസവും നബിയുടെ വർത്തമാനങ്ങളുമൊക്കെ നന്നായി കേൾക്കാൻ കഴിയുന്ന, നബിയുടെ ചലനങ്ങൾ പോലും ലോകത്തിന് പിന്നീട് അറിയിച്ചു കൊടുത്ത ആയിഷ ബീവിയെപ്പോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെപ്പോലെ ഒരുപാട് നല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അവർ പഠിപ്പിച്ചു തന്ന ദുആയാൻ റസൂലുള്ളാഹി ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ, അല്ലാഹുവേ നിന്നോട് ഞാൻ ഫലപ്രദമായ ഉപകാരപ്രദമായ അറിവിനെ ചോദിക്കുന്നു. അല്ലാഹുവേ നിന്നോട് ഞാൻ നല്ല ഉപജീവനത്തെ നിന്നോട് ചോദിക്കുന്നു. സ്വീകരിക്കപ്പെടുന്ന സ്വീകാര്യമായ അമലിനെയും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതിന് തൗഫീക്ക് നൽകണേ എന്നാണ് അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരും മുമ്പ് ഇമാം അൽബാനി തഖ്രീജുൽ ഹദീസ്, ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം കാണും തഖ്രീജുൽ ഹദീസ്, ഈ ഹദീസിനെ മറ്റ് റിവായത്ത് ചെയ്ത ഇതിനെ പുറത്തു കൊണ്ടുവന്ന ചില ഗ്രന്ഥങ്ങൾ. തഖ്രീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫന്നാൻ, ഹദീസിൻ്റെ നിദാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയതായിരിക്കും. അഖ്റജഹു ഇബ്നു മാജ, ഇബ്നു മാജ ഈ ഹദീസിനെ തഖ്രീജ് ചെയ്തു. 925 ഹദീസായി. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ 6-ാം വാള്യത്തിൽ 305 ഹദീസായി കൊണ്ടുവന്നു. ഞാൻ ഇമാം അൽബാനി സ്വഹഹുൽ അൽബാനി ഫി സിൽസിലത്തി സഹീഹ വഫി സഹീഹ് ഇബ്നു മാജ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇബ്നു മാജൻ്റെ ഹദീസ് ഗ്രന്ഥത്തിന് സ്വഹീഹ് എന്നും വഈഫ് എന്നും വേർതിരിച്ചിട്ട് സ്വഹീഹായ ഹദീസ് മുഴുവൻ ക്രോഡീകരിച്ചു. സ്വഹീഹ് ഇബ്നു മാജ എന്നതിന് പേരിട്ടു. വഈഫ് ഇബ്നു മാജ എന്നിട്ട് വേറെയും പേരിട്ടത് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ സ്വഹീഹു സുനനി അബി ദാവൂദ്, അതേപോലെ തന്നെ സ്വഹീഹു തുർമുദി എന്നുള്ള പേരിലൊക്കെ അദ്ദേഹം ഗ്രന്ഥം രചിച്ചത് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പഠനമാണ് എന്നർത്ഥം. ഏതായാലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആരാണ് ഉമ്മു സലമ? മുസ്ലിം ഉമ്മത്തിൻ്റെ മാതാക്കളിൽ ഏറെ ചരിത്ര സംഭവങ്ങൾ പലതും നിറയുന്ന, ഒരുപാട് ഓർമ്മകൾ നൽകുന്ന പ്രമുഖയായ വിദുഷിയായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവരുടെ ജീവിതം ഒരുപാട് ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ മഹാ അറിവിൻ്റെയും ധീരതയുടെയും ഒരു ജീവിതമായി അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും.
എന്തെല്ലാം ത്യാഗം എന്ന് പറയും. ഉമ്മുസലമ റളിയല്ലാഹു ജനിച്ച് ഉമ്മുസലമ റളിയല്ലാഹു സഹിച്ചത്, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അവരുടെ വിവാഹം കഴിഞ്ഞു അബൂ സലമയുമായി വിവാഹം കഴിഞ്ഞ ആദ്യം ഉമ്മു സലമൻ്റെ പേര് ഉമ്മു സലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലമൻ്റെ ഉമ്മ എന്നാണ്. അബൂ സലമ എന്നാണ് സലമൻ്റെ ഉപ്പ എന്നാണ് പറയാം അല്ലേ. ഉമ്മു സലമൻ്റെ മുഴുവൻ പേരെന്താണ്? ഉമ്മു സലമയുടെ മുഴുവൻ പേര് ഹിന്ദ് ബിന്തു അബി ഉമയ്യ. ഹിന്ദ് എന്നാണ് അവരുടെ മുഴുവൻ പേര്. ഹിന്ദ് ബിന്ത് അബി ഉമയ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഖുറൈശികളാൻ നല്ല ഉമയ്യത്ത് ബിൻ ഹറബിനെയും ഉമയ്യകളെയും ഒക്കെ നന്നായിട്ട് നല്ല യുദ്ധപാഠവുമുള്ള ധീരശാലികളായ യോദ്ധാക്കന്മാർ നിറയുന്ന ഒരു പാരമ്പര്യമാണ് ഉമയ്യത്തിനുള്ളത്. ഖുറൈശികളിലെ പ്രമുഖ ഗോത്രമായ ബനു മഖ്സൂമിങ്ങളിൽപ്പെട്ട ഒരു ശാഖയാണ് ശരിക്കും ഉമയ്യൻ്റെ ശാഖ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉമയ്യ മഖ്സൂമി മക്കയിലെ മഹാസമ്പന്നനാണ്. നല്ല സമ്പത്ത് സ്വത്തും പ്രമാണിയുമായിരുന്നു അദ്ദേഹം എന്നാണ്. എന്നാൽ ആ സമ്പത്ത് ഉണ്ട് എന്ന് മാത്രമല്ല നല്ല ദാനശീലം കുറേ ആൾക്കാർക്ക് കൊടുക്കുക. പഠിച്ചവൻ കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ ആളുകൾക്ക് നല്ലോണം കൊടുത്തിരുന്നു. നല്ല ദാനശീലനായിരുന്നു. അത് ഉമ്മുസലമയുടെ ജീവിതത്തിലും കാണാം. ഉമ്മുസലമയും കിട്ടിയത് മുഴുവൻ എന്ത് ചെയ്യലാണ്? കൊടുത്തു തീർക്കലാണ്. എന്നാൽ ഉമ്മുസലമ റളിയല്ലാഹുവിനെ പറ്റി ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞത് അതാണ്. ആയിഷ ബീവി എടുത്തേക്കും, പക്ഷേ ഉമ്മുസലമ കിട്ടിയത് മുഴുവൻ പാത്തക്കാതെ ഇഞ്ഞ് പാത്തച്ച് തന്നെ മുഴുവൻ എടുത്തിട്ട് കുറേ എടുത്ത് ശേഖരിച്ച് മുഴുവൻ എടുത്ത് കൊടുക്കുന്ന ഒരു രീതി ഉമ്മുസലമ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് കാണാം. അതൊക്കെ വാപ്പായിൽ നിന്ന് പഠിച്ച ശീലങ്ങളായിരിക്കാം. ഏതായാലും നന്നായി അദ്ദേഹത്തിൻ്റെ പിതാവ് ഉമ്മുസലമയുടെ പിതാവ് സാദുർ റാക്കിബ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇങ്ങനെ കൊടുത്തതായതുകൊണ്ട് തന്നെ പാതേയത്തിൻ്റെ യാത്രക്കാരൻ്റെ പാതേയം, യാത്രക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് കൊടുത്തിരുന്ന ഒരു സ്വഭാവം, നല്ല ഗുണം അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്നർത്ഥം. ഏതായാലും ഉമ്മുസലമ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരിൽപ്പെട്ടവരാണ്. അവരും അവരുടെ ഭർത്താവ് അബൂ സലമയും ഒക്കെ ഒരുപാട് പീഡനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അനുഭവിച്ചവരാണ്. നമുക്കറിയാം ഹിജറ പോണ സമയത്ത് അബൂസലമയോടൊപ്പം പോകാൻ നിൽക്കുന്ന ഉമ്മുസലമയെ അവരുടെ കുടുംബക്കാർ തടഞ്ഞു വെച്ചു. തടഞ്ഞു വെച്ച സമയത്ത് തന്നെ അബൂസലമൻ്റെ കുടുംബക്കാർ വന്നിട്ട് ഇത് കുട്ടിനെയും പറിച്ചുകൊണ്ടുപോയി, ഞങ്ങളെ മകളെയും കൊണ്ട് പോകാൻ പറ്റൂല എന്ന് ഉമ്മുസലമനോട് പറഞ്ഞു. ഉമ്മുസലമയുടെ വീട്ടുകാരുടെ തടങ്കലിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൻ്റെ പ്രചോദനത്തിൽ അവിടെ ഒരു കൊല്ലത്തോളം കഴിഞ്ഞു. ഉമ്മുസലമയുടെ കുട്ടി ഭർത്തർ വീട്ടുകാരും കൊണ്ടുപോയി. അബൂസലമയാകട്ടെ ഹിജറയും പോയി. ഈ കുടുംബം 3 ദിക്കിലേക്ക് തിരിഞ്ഞ ഒരു വർഷക്കാലം ഉമ്മുസലമ അങ്ങേറ്റം കരഞ്ഞു ഉന്തി നീക്കിയ നാളുകളെ സംബന്ധിച്ച് ഹദീസുകളുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അവരുടെ അങ്ങേയറ്റത്തെ സങ്കടവും ഒക്കെ കണ്ടിട്ട് ആ കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ പിന്നീട് ആ തിരിച്ചു കിട്ടിയ കുട്ടിയെയും കൊണ്ട് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് പോകുന്നൊരു പലായനമുണ്ട്, യാത്രയുണ്ട്. ഇസ്ലാമിലെ വൈകാരികമായ ഒരുപാട് തലങ്ങൾ ആ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് അവരോടൊപ്പം ആ യാത്രയിൽ അവരോടൊപ്പം അബുതഹിലാണ് കുറേ കാലം, മക്കയിൽ അബുതഹിൽ കുറേ കാലം കരഞ്ഞു കലങ്ങിയെങ്കിലും പിന്നീട് കുബായിൽ അവിടെ വന്ന് ചേക്കേറുന്നത് വരെ അവരുടെ മനസ്സ് വല്ലാത്ത പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ ആ ചരിത്രം നമ്മൾ വായിച്ചു പോയിട്ടുണ്ടാകും. ഞാൻ വിശാലമായി അതിനെ പറഞ്ഞു പോകുന്നില്ല. ഉഹദ് യുദ്ധത്തിൽ ഒരു ശക്തമായൊരു പോരാട്ടത്തിനൊടുവിൽ ശരീരത്തിലേറ്റ ഒരു മുറിവ് കാരണമാണ് പിന്നീട് അബൂസലമ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അബൂസലമ മരണപ്പെട്ടപ്പോൾ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് അബൂസലമ മഹദിയായ ഉമ്മുസലമക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അല്ലാഹുമ്മ ഉജൂർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വഖ്ലുഫ്നി ഖൈറൻ മിൻഹ എന്ന് പറയുന്നൊരു പ്രാർത്ഥന ഉമ്മുസലമയെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാലും നീ ഇത് പ്രാർത്ഥിക്കണമെന്നാണ്. അള്ളാഹുവെ എനിക്ക് ബാധിച്ച വിപത്തിൽ റബ്ബെ നീ എനിക്ക് കൂലി തരണേ, അള്ളാഹുവെ എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഉത്തമമായതിനെ റബ്ബെ നീ എനിക്ക് പകരമായി തരണേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. പക്ഷേ അത് അബൂസലമ മരണപ്പെട്ടതിന് ശേഷവും അവരതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉമ്മുസലമക്ക് തോന്നും, അബൂസലമയേക്കാൾ നല്ലവനായി ആരെയാണ് എനിക്ക് ലഭിക്കുക, അബൂസലമയേക്കാൾ നല്ലവനായി ഇനി എനിക്ക് എന്ത് ലഭിക്കാനാണ്. പക്ഷേ എന്നാലും അബൂസലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളിൽ അവർ നിറഞ്ഞു നിന്നു വന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുക്കുന്നത് വരെ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുന്നത് വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഇത്രമേൽ ഉത്കൃഷ്ടനായ ഇത്രമേൽ അഫ്ളലായ ആൾ വേറെ ആരാളുള്ളത്? വഖ്ലുഫ്നി ഖൈറൻ മിൻഹ, അള്ളാഹു പകരം കൊടുത്തത് ഏറ്റവും നല്ലതാണ് എന്ന് ഉമ്മുസലമ റളിയല്ലാഹു അൻഹയുടെ വരികളിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഹിജറ 4-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള അവരുടെ വിവാഹം നടക്കുന്നത്. ആ കുട്ടിയെയും വെച്ച് നിൽക്കുമ്പോൾ പലരും വിവാഹാലോചന ചോദിച്ചു വന്നു, പക്ഷെ എല്ലാവരെയും നിരസിച്ചുവെങ്കിലും
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു തീരുമാനത്തിൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കി വിശ്വാസികളുടെ ഉമ്മയായി ആ ഒരു പദവിയിലേക്ക് അള്ളാഹു അവർക്ക് സ്ഥാനക്കയറ്റം നൽകിയതാണ് ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കണ്ടത്. ഉമ്മു സലമ അതീവ ബുദ്ധിശാലിയായിരുന്നു, നല്ല അറിവുള്ളവളായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, നബിയുടെ ഹദീസുകൾ മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത് തന്നെ മഹാ അറിവാൻ, വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്. ഖുർആനിൻ്റെ വിശദീകരണം മനസ്സുകളിലേക്ക് നിറയുക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പാണ്ഡിത്യം വിശാലമാവുകയാണ്. ആയിഷ ബീവിയാണ് അഫ്ഖഹു നിസാഇൽ ആലം, ലോകത്തെ ഏറ്റവും നല്ല അറിവുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ 2000 ചില്ലാനം ഹദീസുകൾ അവരുടെ ഹൃദയങ്ങളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ധാരാളം ഹദീസുകളുള്ളത് ഉമ്മു സലമയാണ്. അതുകൊണ്ടാണ് മഹാപണ്ഡിതയായിരുന്നു ഉമ്മു സലമ എന്ന് ചരിത്രകാരന്മാർ അവരെ സംബന്ധിച്ച് പറഞ്ഞു പോകുന്നത്. മഹാപണ്ഡിതയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവുകൾ പലതും ലോകത്തിന് സമർപ്പിച്ചവരായിരുന്നു അവർ എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരിക്കൽ നല്ല ബുദ്ധിമതിയായിരുന്നു, നല്ല ചില സമയത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനമാണ്. ഏതുപോലെ ഹുദൈബിയ സന്ധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. പ്രതീക്ഷ നഷ്ടപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാലത്തെ അവർ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നു മദീനയിൽ. പിന്നീട് നബി സ്വപ്നം കണ്ടു, എല്ലാവരും ഇഹ്റാമിലായി അവിടെ തവാഫ് ചെയ്യുന്നത് റസൂലുള്ള സ്വപ്നം കണ്ടപ്പോൾ സഹാബത്തിന് ആവേശമാണ്. കാരണം ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്കുള്ള മടക്കയാത്ര എത്ര സുന്ദരമാണ്. പക്ഷേ വഴിയിൽ വെച്ച് തടയപ്പെട്ടു, സന്ധി ഏർപ്പെട്ടു അല്ലേ. പലതും എഴുതി ചേർത്ത പല അതിലെ തീരുമാനങ്ങളും വിശ്വാസികൾക്ക് വേദനകൾ ഉളവാക്കുന്നതാണെങ്കിലും അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അതിവിജയം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ലോകം പിന്നീട് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ സമയത്ത് അല്പമൊക്കെ അവർക്ക് മാനസികമായ പല പ്രയാസങ്ങളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് മടങ്ങിപ്പോകാൻ വേണ്ടി പറയുമ്പോൾ അവരോട് തഹല്ലുലാൻ വേണ്ടി പറഞ്ഞു, തലമുണ്ടനം ചെയ്ത് ബലിയർത്ത് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ള മദീനയിലേക്ക് തിരിക്കാൻ. പക്ഷേ അവരുടെ മനസ്സ് പാകപ്പെടുന്നില്ല. 3 തവണ റസൂലുള്ള അത് പറഞ്ഞപ്പോഴും അവരൊക്കെ അവിടെ തന്നെ ഇരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഇവിടുന്ന് എണീക്കുക, നിങ്ങൾ ഇവിടുന്ന് പോവുക, അപ്പോൾ അവരത് ചെയ്യുമെന്നാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റ പാടെ ആവേശത്തോടെ സഹാബത്ത് എണീറ്റ് വന്നാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഉരുവിനെ ബലിയെറുത്തതോടെ അവരും പിന്നീട് അതിലേക്ക് സമരസപ്പെടുകയാണ്, അവരുടെ മനസ്സുകളെ പാകപ്പെടുത്തുകയാണ്. നബി അത് ചെയ്തല്ലോ, ഞങ്ങളും അത് ചെയ്യേണ്ടവരാണല്ലോ എന്ന ബോധം, ആ ബോധത്തിന് തിരികൊടുത്തത്, ആ ചിന്തകൾക്ക് അവരുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ പ്രചോദനമേകിയത് ഉമ്മു സലമയുടെ ഈ ഇടപെടലായിരുന്നുവെന്ന് ചരിത്രകാരനും മുഹദ്ദിസുകൾ അതിനെ സംബന്ധിച്ച് ചേർത്ത് പറയുകയാണ്. അവരുടെ ബുദ്ധി ശക്തിയെ സംബന്ധിച്ച്, അവരുടെ ഓർമ്മ ശക്തിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വാചാലരാകുന്നത് ഹദീസ് ഗ്രന്ഥകാരന്മാരുടെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കർമ്മശാസ്ത്രപരമായ പല സംശയങ്ങൾക്കും അവർ മറുപടി നൽകിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും അവസാനം മരണപ്പെട്ടവർ, നമ്മുടെ ഉമ്മമാരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ടത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. ആയിഷ ബീവിയൊക്കെ മരിച്ചതിന് ശേഷം ഏകദേശം ഹിജറ 62 ഹിജറ 61 അഭിപ്രായം കാണാം. ഏതായാലും മറമാടപ്പെട്ടത് ബഖീയിൽ തന്നെയാണ്. ബഖീഉൽ ഖർഖദ്, ജന്നത്തുൽ ബഖീ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട മദീനയുടെ ഹറമിൻ്റെ ഉള്ളിൽ മദീനത്തെ പള്ളിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബഖീയിലാണ് അവരെയും മറമാടിയത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റഹ്മത്ത് ചൊരിയുമാറാവട്ടെ. ഇസ്ലാമിക ലോകത്തിന് അവർ സമർപ്പിച്ച ഒരുപാട് ഹദീസുകളിൽ ഒരു ഹദീസാണ് നമ്മളിന്ന് വായിച്ചു പോയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുനിയാവും ആഖിറവും അടങ്ങുന്ന അള്ളാഹുവിനോടുള്ള ചില ചോദ്യങ്ങളാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതിനെ ചോദിക്കുക, ഉപകാരപ്രദമാകുന്നതിനെ ചോദിക്കുക. റസൂലുള്ള ചോദിച്ചത് കുറേ സമ്പത്തോ, കുറേ അധികാരങ്ങളോ, കുറേ ഭൗതികമായ സൗകര്യങ്ങളോ നേട്ടങ്ങളോ അല്ല. 5 നേര നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ചില പണ്ഡിതന്മാർ വിധിയെഴുതിയ ഫജ്റിലെ നമസ്കാരം, സുബിഹി നമസ്കാരാനന്തരം തിരുനബി പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, സലാം വീട്ടിക്കഴിഞ്ഞാൽ റസൂലുള്ള പറയാറുണ്ടെന്നാണ് ഉമ്മ നമ്മളോട് പറയുന്നത്. കാന യുസല്ലി അസ്സുബ്ഹ സുമ്മ യുസല്ലി ഹീന യുസല്ലിം, സലാം പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നാഫിയായ ഇൽമ്, ജീവിതത്തിൽ ഇൽമ് ഉപകാരപ്പെടണം. ഉപകാരമില്ലാത്ത ഇൽമെന്താ? അതൊരു ഫലങ്ങളില്ലാത്ത മരം പോലെയാണെന്ന് പറഞ്ഞു, കായില്ലാത്ത മരം പോലെയാണെന്നാണ്. എന്നാൽ ഇൽമ് അമലാകുമ്പോഴാണ് അതുകൊണ്ട് ആളുകൾക്കും മറ്റുള്ളവർക്കും തനിക്കും തൻ്റെ വ്യക്തി ജീവിതത്തിനൊക്കെ ഉപകാരപ്പെടുക. അള്ളാഹുവെ ഉപകാരമുള്ള അറിവ് തരണമെന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ
റസൂലുള്ളാഹി രണ്ടാമത് ചോദിച്ചു വരിസ്ഖൻ ത്വയ്യിബ, ഹലാലായത്. ത്വയ്യിബ് എന്നുകൊണ്ട് ഉദ്ദേശം എന്താ? നല്ല റിസ്ക്. നല്ല റിസ്ക് ഉണ്ടെങ്കിൽ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന്. അള്ളാഹു പ്രാർത്ഥന പോലും സ്വീകരിക്കണമെങ്കിൽ ത്വയ്യിബത്തായ റിസ്ക് ഉണ്ടാവണം എന്നാണ്. അത് അമ്പിയാക്കളോട് അള്ളാഹ് പറഞ്ഞതാണ് അല്ലേ? കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാക്കും. അള്ളാഹു അമ്പിയാക്കളോട് എന്താണോ കൽപ്പിച്ചത് അതുതന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഉമ്മത്തിനോടും അവൻ്റെ അടിയാറുകളോടും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അത് നല്ലത് കഴിക്കുക, നല്ലത് ഭക്ഷിക്കുക. നല്ലത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം കഴിക്കുക, നല്ല രൂപത്തിൽ അതിനെ സമ്പാദിച്ച് നേടിയെടുക്കുക എന്നും അതിനർത്ഥമുണ്ട്. അമല മുതഖബ്ബല, സ്വീകാര്യമായ അമൽ അല്ലെ? സ്വീകാര്യമായ ഒരു അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ 2 നിബന്ധനകളാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുക. അവിടെ വേറൊരാളെ ചേർക്കാൻ പാടില്ല, ലോകമാന്യത കടന്നു വരാൻ പാടില്ല, ശിർക്ക് വരാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുക, പടച്ച റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് അമൽ ചെയ്യുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അമൽ ചെയ്യുക. മുതാബഅത്തു സുന്ന, നബി പഠിപ്പിച്ച രൂപവും അള്ളാഹുവിലേക്കുള്ള ഇഖ്ലാസുമാകുമ്പോഴാണ് ഒരു കർമ്മം സ്വീകരിക്കപ്പെടുക എന്നാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അഹ്സനു അമല എന്നുള്ളതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അസ്വബുഹു, അക്മലുഹു അസ്വബുഹു, പരിപൂർണമായ രീതിയിൽ ശരിയായ രൂപത്തിൽ നബി പഠിപ്പിച്ച രൂപത്തിൽ, അഖ്ലസുഹു അസ്വബുഹു, ഇഖ്ലാസോടുകൂടി അതിനെ ചെയ്യുക എന്നാണ് ആ വാചകത്തെ, അള്ളാഹുവിൻ്റെ വർത്തമാനത്തെ സ്വഹാബത്ത് വിശദീകരിച്ച് നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുന്നവരിൽ, പ്രവാചക മാതൃകക്കനുസരിച്ച് അമൽ ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഇഖ്ലാസോടെ പല അമലും ചെയ്യുന്നത് കാണാൻ കഴിയും. പക്ഷെ നബി പഠിപ്പിച്ച രൂപത്തിലാവില്ല പലതും. ആ കർമ്മങ്ങൾക്ക് വിലയില്ല. ചില ആളുകൾ നല്ല നബി പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യും, പക്ഷേ ഇഖ്ലാസ് അതിലുണ്ടാവില്ല. ഇതുപോലെ ഇത് രണ്ടും നിറയുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.